നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPLിലെ ആദ്യ റൗണ്ടിലെ അവസാന മത്സരം ഇന്ന് നടക്കുകയാണ്. PBKSും GTയും ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു. രണ്ട് ടീമിനെയും നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ശക്തമാണ് PBKS എന്ന് ഒറ്റ നോട്ടത്തിലേ മനസ്സിലാവും. നല്ല ഓൾറൗണ്ടർ സ്ട്രെങ്ത്തൊക്കെ വെച്ചുകൊണ്ട് മികച്ചൊരു സ്ക്വാഡ് ഇത്തവണ അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത്തവണയെങ്കിലും ആ കിരീടത്തിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. അതേസമയം GTയുടെ ഭാഗത്ത് അവരുടെ ടോപ്പ് 4നെ അമിതമായി ആശ്രയിക്കുന്ന തരത്തിലുള്ള ഒരു സ്ക്വാഡാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ ടീം എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും എന്നുള്ളത് കണ്ടറിയണം. വമ്പൻ സ്കോറൊക്കെ വരികയാണെങ്കിൽ പ്രധാനമായും അവർ ബൗളിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തതെന്ന് പറയേണ്ടി വരും. കാഗിസോ റബാദയും മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ഒക്കെ അടങ്ങുന്ന ഒരു കിടിലൻ പേസ് ബൗളിംഗ് യൂണിറ്റ് അവർക്കുണ്ട്. അപ്പോൾ GTയുടെ ഒരു പ്രോബിൾ 12 നമ്മൾ നോക്കുകയാണെങ്കിൽ ശുഭ്മൻ ഗില്ലും ജോസ് ബട്ട്ലറും ചേർന്ന് ഓപ്പൺ ചെയ്യും. ഇതാണ് അവരുടെ ഏറ്റവും സ്ട്രോങ് പോയിൻ്റ്. ഈ ഓപ്പണിംഗ് കൂട്ടുകെട്ട് മികച്ചൊരു തുടക്കം കൊടുത്താൽ അവർക്ക് നല്ല സ്കോറിലേക്ക് പോകാൻ കഴിഞ്ഞേക്കും. നമ്പർ 3 സായി സുദർശൻ. കഴിഞ്ഞ സീസണുകളിലൊക്കെ ഫോം അദ്ദേഹം നിലനിർത്തുമെന്ന് പ്രതീക്ഷിക്കാം. നമ്പർ 4 ഗ്ലെൻ ഫിലിപ്സ് ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ നമ്പർ 5 ഷാരൂഖ് ഖാനും, ദെൻ നമ്പർ 6 വാഷിംഗ്ടൺ സുന്ദറും, നമ്പർ 7 രാഹുൽ തെവാട്ടിയ. മികച്ച രൂപത്തിൽ ഫിനിഷ് ചെയ്യാൻ രാഹുൽ തെവാട്ടിയയ്ക്ക് കഴിഞ്ഞേക്കും. നമ്പർ 8 റാഷിദ് ഖാനുണ്ട്. റാഷിദ് ഖാൻ ബാറ്റ് കൊണ്ട് വെടിക്കെട്ട് നടത്താൻ കെൽപ്പുള്ളയാളാണ്. അതും ഒരു അഡ്വാൻറ്റേജാണ്. കാരണം അദ്ദേഹത്തിന് മികച്ച സ്പിന്നറാണ്, തർക്കമില്ല. വേണ്ടി വന്നാൽ ബാറ്റ് കൊണ്ട് 4 അടി അടിക്കാൻ റാഷിദ് ഖാനും കഴിയും. നമ്പർ 9 സായി കിഷോർ, നമ്പർ 10 കാഗിസോ റബാദ, നമ്പർ 11 മുഹമ്മദ് സിറാജ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അവരുടെ പ്ലേയിങ് 11. പ്രസിദ്ധ് കൃഷ്ണ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങുകയും ചെയ്യും. അതേസമയം മറുഭാഗത്ത് നോക്കുക, മികച്ച താരനിരയുണ്ട്, മികച്ച ഓൾറൗണ്ടർമാരുണ്ട്. മാക്സ്വെല്ലും സ്റ്റോയിനിസും മാർക്കോ യെൻസനുമായിരിക്കാം PBKSൻ്റെ ഫസ്റ്റ് ചോയ്സ് ഓവർസീസ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 4ാമത്തെ ഓവർസീസ് പ്ലെയർ ആരായിരിക്കും എന്നുള്ളത് പിച്ച് കണ്ടീഷനൊക്കെ അനുസരിച്ചായിരിക്കും തീരുമാനിക്കുക. ഒന്നുകിൽ ജോഷ് ഇംഗ്ലീസ് വരും, അല്ലെങ്കിൽ പിന്നെ അഫ്ഗാനി ഓൾറൗണ്ടർ അസ്മത്തുള്ള ഒമർ സായിയെ കളിപ്പിച്ചേക്കും. ഇപ്പോൾ ഒമർ സായിയാണ് കളിക്കുന്നതെങ്കിൽ ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ പ്രിയാൻഷ് ആര്യ പ്രഭ്സിമ്രാൻ സിംഗിനൊപ്പം ഇറങ്ങിയേക്കും. അതല്ല ജോഷ് ഇംഗ്ലീസ് ആണ് കളിക്കുന്നതെങ്കിൽ അദ്ദേഹം ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ ഒരു പ്രോബിൾ 12 നോക്കുകയാണെങ്കിൽ പ്രഭ്സിമ്രാൻ സിംഗും ജോഷ് ഇംഗ്ലീസും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. നമ്പർ 3 നായകൻ ശ്രേയസ് അയ്യർ, നമ്പർ 4 ഗ്ലെൻ മാക്സ്വെല്, നമ്പർ 5 നെഹാൽ വധേര, നമ്പർ 6 മാർക്കസ് സ്റ്റോയിനിസ്, നമ്പർ 7 ശശാങ്ക് സിംഗ്, നമ്പർ 8 മാർക്കോ യെൻസൻ. വല്ലാത്തൊരു ബാറ്റിംഗ് യൂണിറ്റാണത്. ദെൻ നമ്പർ 9 ഹർപ്രീത് ബ്രാർ, നമ്പർ 10 വിജയ് കുമാർ വൈശാഖ്, നമ്പർ 11 ഹർഷ്ദീപ് സിംഗ്, യശ്വന്ദ്ര ചാഹലുണ്ട്, അദ്ദേഹം ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറങ്ങിയേക്കും. അപ്പോൾ ചുരുക്കത്തിൽ കരുത്തുറ്റ ടീമാണ് PBKS ഇത്തവണ. അതേസമയം GTക്ക് ബാറ്റിങ്ങിൽ ടോപ്പ് 4 കഴിഞ്ഞാൽ എത്രത്തോളം ശക്തിയുണ്ടോ എന്നതൊരു ചോദ്യവുമാണ്. ഇന്ന് ആര് വിജയിക്കും കാത്തിരുന്ന് കാണാം. മികച്ചൊരു പോരാട്ടം പ്രതീക്ഷിച്ചുകൊണ്ട് ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.